IBSന്റെ മറ്റൊരു ബാങ്ക് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒരു നാഷണലിസ്റ്റ് ബാങ്കിൽ സ്ഥിര ജോലി, അതും പരീക്ഷ മലയാളത്തിലും എഴുതാം. ബാങ്ക് ഓഫ് ബറോഡ 500 വേക്കൻസീസുമായിട്ട് ഓഫീസ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആപ്ലിക്കേഷൻ ഡേറ്റ് നോക്കാം. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് വെച്ചാൽ 2025 മെയ് 3 മുതൽ 2025 മെയ് 23 വരെയാണ്. ഈ ഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യുന്ന ഡേറ്റ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് ആണ്. ടോട്ടൽ 500 വേക്കൻസി ആണെങ്കിൽ തന്നെയും സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന് തന്നെയാണ്. കേരളത്തിൽ 19 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി തന്നേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു വേക്കൻസിയാണ് SC വന്നേക്കുന്നത്, OBCക്ക് 5, EWSന് 1, പിന്നെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 12 വേക്കൻസി, ടോട്ടൽ 19 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസികളുടെ എണ്ണം കൂടാം. ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശാണ്. രണ്ടാമത് ഗുജറാത്ത്. ഉത്തർപ്രദേശിൽ 83 വേക്കൻസിയും ഗുജറാത്തിൽ 80 വേക്കൻസിയും ഇതുവരെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് ക്രൈറ്റീരിയ ഒക്കെ എന്ന് വെച്ചാൽ ഏജ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളമാണ് നമ്മുടെ കേരളത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ്. ആ മലയാളം എഴുതാനും വായിക്കാനും കൃത്യമായി സംസാരിക്കാനും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഇവിടുത്തെ ഒരു കൃത്യമായ പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ വരുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ആകർഷകമായ സാലറിയാണ്. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണ് എങ്കിൽ തന്നെ ഇതിന് സാലറി ഏകദേശം 30,000 രൂപയ്ക്ക് അടുത്താണ്. ബാങ്ക് ജോലികളുടെ ഏറ്റവും വലിയ പ്രത്യേകത പേയ്മെൻറ്റ് പ്ലസ് പെർക്വിസിറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ അലവൻസ് അത് ഇവിടെയും ഉണ്ട്. HRA, അതുപോലെ സ്പെഷ്യൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, എല്ലാ അലവൻസും ഉണ്ട്. അപ്പം പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഏജ് റിലാക്സേഷൻ കാറ്റഗറീസ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് 1999 മെയ് 1 മുതൽ 2007 മെയ് 1 വരെ ഇൻക്ലൂഡിങ് ബോത്ത് ഡേറ്റ്സ് ഉള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അവിടെ പറയുന്ന കാറ്റഗറി വെച്ചാൽ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 26 വയസ്സ് വരെ. അപ്പം SC STക്ക് 5 വർഷം കൂടെ റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷം കൂടെ. പിന്നെ നമുക്ക് പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷം. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് എക്സ് സർവീസ് മാൻ്റെ റിലാക്സേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അവർ സർവീസ് ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആയിരിക്കും ആ റിലാക്സേഷൻ പറഞ്ഞേക്കുന്നത്. പിന്നീട് പറഞ്ഞേക്കുന്നത് വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ ആൻഡ് വുമൺ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഹു ഹാവ് നോട്ട് റീമാരീഡ്. ഡിവോഴ്സ്ഡ് വുമൺസ്, വിഡോസിനൊക്കെ ഉള്ള ഒരു ഏജ് റിലാക്സേഷൻ പറഞ്ഞേക്കുന്നത് നമ്മൾ നോക്കുക. ഏജ് കൺസെഷൻ അപ് ടു ദ ഏജ് ഓഫ് 35 ഇയേഴ്സ് ഫോർ ജനറൽ EWS കാറ്റഗറി. ജനറലും എക്കണോമിക് വീക്കർ സെക്ഷനുമായുള്ള വിഡോസ് അല്ലെങ്കിൽ എന്താണ് ഡിവോഴ്സ്ഡ് വുമണിന് വേണ്ടി 35 വയസ്സ് വരെയുള്ള ഏജ് റിലാക്സേഷൻ. അപ്പർ ഏജ് ലിമിറ്റ് അവർ 35 വയസ്സാണ്. അതുപോലെ OBCക്ക് 38 വയസ്സ് വരെയും SC ST കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെയും എന്താണ് ഈ പറഞ്ഞ പോലെ വിഡോ അല്ലെങ്കിൽ എന്താണ് ഡിവോഴ്സ്ഡ് വുമൺ ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഈ പരീക്ഷയുടെ പ്രൊസീജിയർ നമ്മൾ ഈ പറഞ്ഞ പോലെ പാറ്റേൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ പ്രോസസ്സായ ഓൺലൈൻ ടെസ്റ്റും ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റിംഗ് ആകുമ്പോൾ നമുക്കൊരു 6 മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. അത് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, അതിനുശേഷം ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇതാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ നോക്കിയേ, നമുക്ക് ഈ സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 4 സബ്ജക്റ്റാണ് ഓൺലൈൻ ടെസ്റ്റിൽ വരുന്നത്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 25 ചോദ്യങ്ങൾ, 25 മാർക്ക്, 20 മിനിറ്റ് ആണ് സെഷണൽ ടൈം തന്നേക്കുന്നത്. പിന്നീട് വരുന്ന ജനറൽ അവയർനെസ്. നമുക്കറിയാം നമ്മുടെ എക്കണോമിക്, ഫിനാൻഷ്യൽ, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്ന ജനറൽ അവയർനെസ്. അത് 25 ചോദ്യങ്ങൾ, 25 മാർക്ക്, 20 മിനിറ്റ് ആണ് തന്നേക്കുന്നത്. എലമെൻ്ററി അരിത്തമെറ്റിക്സ് ടോപ്പിക്സിൽ വരുന്ന ടോപ്പിക്സ് ഇപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ്സിന് വരെ പഠിച്ച വളരെ ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക്സ് ചോദിക്കത്തുള്ളൂ. നമുക്കൊരു ഹയർ മെയിൻസ് ലെവൽ ചോദ്യമൊന്നും ഈ പറയുന്ന മറ്റുള്ള പരീക്ഷകളെ പോലെ പ്രതീക്ഷിക്കേണ്ട. ബേസ് ലെവൽ മാത്തമാറ്റിക്സ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് എലമെൻ്ററി അരിത്തമെറ്റിക്സ് പ്രത്യേകം പറഞ്ഞേക്കുന്നത്. 25 ചോദ്യങ്ങൾ, 25 മാർക്ക്, 20 മിനിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ നമുക്കതിനകത്ത് റീസണിംഗ് ആണ് നമ്മൾക്കുള്ളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിൽ 25 ചോദ്യങ്ങൾ, 25 മാർക്ക്, 20 മിനിറ്റ്. അപ്പോൾ നമുക്ക് സെഷണൽ ടൈമും സെഷണൽ കട്ട് ഓഫുമാണ്. പിന്നെ ഈ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മുടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത ബാങ്കിന് അധികാരമുണ്ടെന്ന് തീർച്ചയായിട്ടും അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാം സ്ട്രക്ചർ ഇതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പാറ്റേൺ ഇത് തന്നെയാണ്.
പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. നമ്മൾ കേരളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം വേണം. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് തമിഴ് എഴുതാനും വായിക്കാനും പറയാനും പറഞ്ഞിരിക്കണം. അപ്പോൾ ആ ലാംഗ്വേജ് പ്രൊഫഷൻ ടെസ്റ്റാണ് അതിൻ്റെ ഒരു സെഷൻ പ്രോസസ്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് പരീക്ഷ ഏതൊക്കെ മീഡിയത്തിൽ, ഞാൻ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറയുന്നതാണ് നമുക്ക് മലയാളത്തിനും എഴുതാം. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഒരു പരീക്ഷാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, മലയാളവും ആവാം. അപ്പോൾ നമുക്ക് 3 സബ്ജക്റ്റ് നമ്മുടെ ഈ റീസണിങ്, അരിത്തമെറ്റിക്സ്, പിന്നെ ജനറൽ അവയർനെസ്, മലയാളത്തിൽ ചോദ്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനുള്ള ഓപ്ഷനും ഇതിൽ ഉണ്ട്. പിന്നെ വരുന്നത് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ. നമുക്ക് ഇതിൽ 3 സെൻറ്ററാണ് കേരളത്തിൽ തന്നേക്കുന്നത്: കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. അപ്പോൾ ഈ 3 സെൻറ്ററാണ് നമുക്ക് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ തന്നേക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ ചാർജ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ജനറൽ, EWS, OBC മെയിൽ കാൻഡിഡേറ്റ്സിന് 600 രൂപയും, പിന്നെ SC/ST, PWBD പിന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ്. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സ് ജനറൽ ആയാലും EWS ആയാലും OBC ആയാലും 100 രൂപയുള്ളൂ. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് 600 രൂപ. എന്ന് വെച്ചാൽ ജനറലും EWSഉം OBC കാറ്റഗറി വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് 600 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള ഇത്രയും വലിയൊരു നാഷണലിസ്റ്റ് ബാങ്കിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള അവസരമാണ്. അത് മലയാളത്തിൽ പരീക്ഷ എഴുതാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ജോലി കിട്ടാൻ പറ്റുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മെയ് 3 മുതൽ മെയ് 23 വരെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഓരോ പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രിപ്പറേഷൻ വേണം. ഇപ്പോൾ IBSന്റെ കോഴ്സ് സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും ബേസ് മുതൽ ഹയർ ലെവൽ വരെ നിങ്ങളെ എത്തിക്കുന്ന ഒരു കോഴ്സ് സ്ട്രക്ചറാണ്. അപ്പോൾ ബേസ് സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങളെ ഹയർ ലെവലിലേക്ക് എത്തിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ആ കോഴ്സ് സ്ട്രക്ചറിൻ്റെ ഭാഗമാകുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് ലെവലുള്ള പരീക്ഷയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ഫാസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ.